എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ബന്ധപ്പെടുത്തി വളരെ സന്തോഷകരമായ വാർത്തയാണ് നിലവിൽ വന്നിട്ടുള്ളത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ 100 ദിവസത്തെ തൊഴിൽ വിഭാവനം ചെയ്യുന്നു ഈ പദ്ധതി പ്രകാരം. നിലവിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രതിദിന വേതനം 23 രൂപ ഉയർത്തി 369 രൂപ ആക്കി മാറ്റിയിട്ടുണ്ട്. തൊഴിലാളികൾക്ക് പ്രതിവർഷം 2300 രൂപ ഇതനുസരിച്ച് ഉയരുന്നതാണ്. ഉപഭോക്തൃ വില സൂചികയ്ക്ക് അനുസരിച്ച് പുതുക്കി നിശ്ചയിച്ച നിരക്കാണിത്. 2025 സാമ്പത്തിക വർഷത്തിൽ 2 മുതൽ 7.5% വരെയാണ് ദിവസവേതനം പുതുക്കിയിട്ടുള്ളത്. ഇതനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങൾക്ക് 7 രൂപ മുതൽ 26 രൂപ വരെ വർദ്ധിപ്പിച്ച് ലഭിക്കുന്നതാണ്. നിലവിൽ 374 രൂപ തൊഴിലുറപ്പ് നൽകുന്ന ഹരിയാനയിൽ പുതുക്കിയ നിരക്ക് പ്രകാരം പ്രതിദിനം 400 രൂപ തൊഴിലുറപ്പ് കൂലിയായിട്ട് ലഭിക്കുന്നതാണ്. 7 കോടി ജനങ്ങളുള്ള തമിഴ്നാട്ടിലാണ് UPയേക്കാൾ തൊഴിലുറപ്പ് ഫണ്ട് കൂടുതലായിട്ട് ലഭിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഈ വർഷം ഇതുവരെ 7300 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകിയത് കേരളത്തിലേക്ക്. 10,000 കോടി രൂപയാണ് തമിഴ്നാട്ടിന് ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. 20 കോടി പേരുള്ള UPക്ക് പോലും ഇത്രയധികം തുക കേന്ദ്ര ഫണ്ടായിട്ട് നിലവിൽ ലഭിക്കുന്നതില്ല. മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 439 കോടി രൂപയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് തൊഴിലുറപ്പ് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത്. ഈ തുക ഉടൻ ലഭിക്കുമെന്നാണ് നിലവിലിപ്പോൾ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിലുറപ്പ് വേതനം നാം പരിശോധിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ 307 രൂപയാണ് നിലവിൽ ലഭിക്കുന്നത്. അരുണാചൽ പ്രദേശിൽ 241 രൂപ, അസം 256, ബീഹാർ 255, ഛത്തീസ്ഗഡ് 261, ഗോവ 378, ഗുജറാത്ത് 288. ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന ഹരിയാനയിലാണ് 400 രൂപയാണ് ലഭിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ 247 രൂപയാണ് ലഭിക്കുന്നത്. ജമ്മു കാശ്മീരിലും ലഡാക്കിലും 272 രൂപയാണ് കൂലി ഇനത്തിൽ ലഭിക്കുന്നത്. ജാർഖണ്ഡിൽ 255 രൂപ, കർണാടക 370 രൂപയാണ് ലഭിക്കുന്നത്. കേരള 369 രൂപയാണ്. മധ്യപ്രദേശ് 261, മഹാരാഷ്ട്ര 312 രൂപയാണ് ലഭിക്കുന്നത്. മണിപ്പൂരിൽ 284 രൂപയാണ് ലഭിക്കുന്നത്. മേഘാലയയിൽ 272 രൂപയാണ് ലഭിക്കുന്നത്. മിസോറാം 281, നാഗാലാൻഡ് 241 രൂപയാണ് നാഗാലാൻഡിലെ ഏറ്റവും കുറവ് നിരക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശിലും ഏറ്റവും കുറഞ്ഞ നിരക്കായ 241 രൂപയാണ് ലഭിക്കുന്നത്. ഒഡീഷയിൽ 273 രൂപ, പഞ്ചാബിൽ 346 രൂപ, രാജസ്ഥാൻ 281, സിക്കിം 259, അതോടൊപ്പം തന്നെ തമിഴ്നാട് 336, തെലങ്കാന 307, ത്രിപുര 256, ഉത്തർപ്രദേശ് 252, ഉത്തരാഖണ്ഡ് 252, വെസ്റ്റ് ബംഗാൾ 260 എന്നിങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ നിരക്ക് പ്രകാരം കൂലി ഇനത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. ഈ ചാനലിലെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുവാൻ ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.